പരിപാടിയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് പ്രകൃതിയിൽ വികൃതിയില്ല, കാരണം ഇന്നലെയുള്ള ദിവസങ്ങളിൽ മഴ തകർത്തിയായി പെയ്തു കഴിഞ്ഞു. ഇത് ഞാൻ എടുത്ത വ്രതമാണോ, നിങ്ങൾ ചെയ്ത മുജ്ജന്മ സുഹൃതമാണോ? എന്തായാലും ഇന്ന് ആകാശം പൊതുവെ രോമാമൃതമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രണയം തുടരാം. അശ്വമേധം പരിപാടിയിൽ ഏവർക്കും സ്വാഗതം. അശ്വമേധം പരിപാടിയിൽ നിരവധി സമ്മാനങ്ങളുണ്ട്. സമ്മാനമഴയുണ്ട്, സമ്മാനത്തോണിയുണ്ട്, മെഗാ സമ്മാനമഴയുണ്ട്. സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരം നിങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് ഇതാ ഒരു സമ്മാനം സ്വന്തമാക്കാനുള്ള അവസരം ഞാനിവിടെ സൃഷ്ടിക്കുകയാണ്. സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ നിരവധി ആൾക്കാർ അവിടെ പുറത്ത് കാത്തിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാൻ ഞാൻ എന്റെ ഫസ്റ്റ് എൻട്രി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എന്റെ ഫസ്റ്റ് എൻട്രി ക്വസ്റ്റ്യൻ ഇതാണ്: സ്ത്രീകൾക്ക് ഇത് മുന്നിലാണ്, പുരുഷന്മാർക്ക് ഇത് പിന്നിലാണ്. എന്താണിത്? സ്ത്രീകൾക്ക് ഇത് മുന്നിലാണ്, പുരുഷന്മാർക്ക് ഇത് പിന്നിലാണ്. എന്താണിത്? പ്രൈവറ്റ് ബസ്സിലെ സീറ്റ്. പ്രൈവറ്റ് ബസിന്റെ സീറ്റ്. ശരിയായ ഉത്തരം. താങ്കൾക്ക് അശ്വമേധം പരിപാടിയിലേക്ക് ഹാർദമായ സ്വാഗതം. കടന്നു വരൂ, കടന്നു വരൂ. അറിവിന്റെ നിറകുട അല്ലെങ്കിലും ഒരു മൺകുടത്തിനെ അല്ല ദൈവം ഇന്ന് എനിക്ക് തന്നിരിക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ദൂരെ നിന്ന് കണ്ടപ്പോൾ നല്ല പേഴ്സണാലിറ്റി, താങ്ക് യു. അടുത്ത് വന്നപ്പോൾ മുനിസിപ്പാലിറ്റി. സാറിന് നല്ല സെൻസാ. താങ്ക് യു. നോൺ സെൻസ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത്തെ സ്ഥിതിക്ക് നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. സാർ ഒരു മിനിറ്റ്, കാര്യങ്ങളിലേക്ക് കിടക്കാൻ വരട്ടെ. സാറ് നല്ല ബുദ്ധിമാനാണല്ലോ. അതെ. ഒരേ സമയത്ത് ഈ 2, 3, 4, 5 പേരുമായിട്ടാണല്ലോ പരിപാടി നടത്തുന്നത്. അതെ. പുറത്ത് ഒരാൾ കൂടി നിൽപ്പുണ്ട്. വല്ല ക്ലൂ കൊടുത്താൽ ആൾ കൂടി കയറി വരും. അപ്പോ ഈ വന്നിരിക്കുന്ന ആൾ ബഹുമാനിയായ സുഹൃത്തിനെ പുറത്തു നിർത്തിയിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. അതെ. സമ്മാനം ഒറ്റ കിട്ടിയാൽ അത് ഒറ്റയ്ക്ക് ആക്രാന്തത്തോടെ കഴിക്കാമെന്ന് ആക്രാന്ത മനോഭാവം ഉള്ളതുകൊണ്ട് മാത്രമാണോ താങ്കൾ ഇങ്ങനെ ചെയ്തത്? അങ്ങനെയൊന്നും ഇല്ല സാറേ. എന്തായാലും ശരി, പുള്ളിയുടെ രണ്ടാമത്തെ സുഹൃത്തിനെ അകത്തേക്ക് കടത്തിവിടാനായിട്ട് രണ്ടാമത്തെ എൻട്രി ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്റെ രണ്ടാമത്തെ എൻട്രി ക്വസ്റ്റ്യൻ ഇതാണ്: പെണ്ണുങ്ങൾക്ക് 2 ഉണ്ട്, ആണുങ്ങൾക്ക് 1 ഉള്ളൂ. അതായത് പെണ്ണുങ്ങൾക്ക് 2 ഉണ്ട്, ആണുങ്ങൾക്ക് ഇത് 1 ഉണ്ട്. എന്താണിത്? ശരിയായ ഉത്തരം. പെണ്ണ് നക്ഷത്രത്തിൽ 2 നായുണ്ട്, ആണ് നക്ഷത്രത്തിൽ 1 നായുണ്ട്. കടന്നു വരൂ. താങ്കൾക്ക് അശ്വമേധം പരിപാടിയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇത് അറിവിന്റെ നിറകണമല്ല, വെറും ഒരു അലൂമിനിയം കുടമാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. എന്തായാലും 2 സുഹൃത്തുക്കൾ, 2 നാട്ടുകാർ, 2 വീട്ടുകാർ, 2 കൂട്ടുകാരുണ്ട്. സുഹൃത്തുക്കളല്ല, ഞങ്ങൾ അച്ഛനും മോനാ. അച്ഛനും മോനുമെയാണോ എനിക്ക് കിട്ടിയിരിക്കുന്നത്? അറിവിന്റെ നിറകുടങ്ങൾ, അറിവില്ല പൈതങ്ങൾ. അച്ഛനാണോ മകനാണോ? അച്ഛനാണ്. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം? ഇതെന്റെ ഭാര്യയുടെ മോനാണ്. അപ്പൊ ഭാര്യ ഇവരുടെ ഇടയിലുള്ളതാണ് ഇവർ തമ്മിലുള്ള ഏകബന്ധം. ഭാര്യ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ അബദ്ധമായി പോയനെ. ചിലപ്പോൾ. എന്തായാലും ശരി, ഭാര്യ സ്ത്രീയാണ്, ശ്രീ സുശീലയാണ്, സുന്ദരിയാണ്, എസ് ജാനകിയാണ്, സാരാ പാലിനാണ്. മേക്കപ്പ് ഇല്ലെങ്കിൽ വല്യമ്മയാണ്, വല്യമ്മയാണെങ്കിൽ വല്യപ്പനാണ്. അച്ഛൻ. എന്തായാലും ശരി, ഈ ഒരു മോൻ മാത്രമേ ഉള്ളൂ താങ്കൾക്ക്? അല്ല, ഒരു മോളും കൂടി ഉണ്ട്. മോൾ എന്ത് ചെയ്യുന്നു? മോള് പഠിക്കില്ല. പഠിക്കൽ? IAS, IPS, എഞ്ചിനീയറിംഗ് എന്നീ പഠിക്കലാണോ? ചേച്ചാ, അങ്ങനെയുള്ള പഠിക്കലൊന്നുമില്ല. 24 മണിക്കൂർ വീടിന്റെ പഠിക്കല. പെൺകുട്ടികൾ വീടിന്റെ പഠിക്കൽ നിൽക്കുന്നത് ആപത്താണ്. എന്തോ കുഴപ്പം? അവർ വഴി തെറ്റിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടല്ലേ അവളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാണ് കല്യാണം? ഈ 26-ാം തീയതി. ആരാണ് വരാൻ? ആര് വരാൻ? വിളിച്ചവരൊക്കെ വരും. അതുമല്ല, ഞങ്ങള് നോൺ വെജിറ്റേറിയൻ ഫുഡും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഫുഡ് എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ലോൺ വെജിറ്റേറിയൻ എന്ന് കേൾക്കുന്നത്. അത് ഞങ്ങൾക്ക് നോൺ വെജിറ്റേറിയൻ ഫുഡ് മേടിക്കാൻ കാശില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ലോൺ മേടിച്ചിട്ട് വെജിറ്റേറിയൻ ഫുഡ് ആൾക്കാർക്ക് കൊടുക്കും. എന്തായാലും ശരി, താങ്കൾക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ? ഞാനൊരു റബ്ബർ വികസന കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥനാണ്. റബ്ബർ വികസനം എന്ന് പറയുമ്പോൾ റബ്ബർ കയറ്റുമതി, റബ്ബർ ഇറക്കുമതി, റബ്ബർ പാൽ, റബ്ബർ ഷീറ്റ് അങ്ങനെയൊന്നും ഇല്ല. എന്നീ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒരു കോടീശ്വരന്റെ അടുത്താണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഇല്ല. എന്നാൽ ഒരു കോടീശ്വരന്റെ അച്ഛനടുത്താണ് ഞാൻ സംസാരിക്കുന്നത്. ഇല്ല. ഈ റബ്ബർ വികസന കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കാർണിവലിലൊക്കെ പോകും, റബ്ബർ ഊതി വികസിപ്പിക്കും, നൂലിട്ട് കെട്ടും 2 രൂപ മേടിക്കും. അപ്പൊ ഇനിയും റബ്ബർ ഊതി വികസിപ്പിക്കും, നൂലിട്ട് കെട്ടും 2 രൂപ മേടിക്കും. അതാണ് റബ്ബർ വികസന കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ അങ്ങ് കൊച്ചിയിൽ പറയുന്നത് ബലൂൺ വിൽപ്പന എന്നാണ്. ഞങ്ങളുടെ നാട്ടില് ബലൂൺ കച്ചവടം എന്നും പറയും. മോൻ എന്തെങ്കിലും കച്ചവടം ഉണ്ടോ ഇതുപോലെ? എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ സാറേ, എനിക്ക് മടിയില്ല. സാറേ, ഇവരോടൊന്നും ചോദിക്കാണ്ടിരിക്കണോ വേദം? ഇതേ പറയത്തുള്ളൂ, എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എനിക്ക് മടിയാണെന്ന്. എന്തായാലും ഒന്നല്ലേ ഉള്ളു. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു മോള് കൂടി ഉണ്ട്. എന്തായാലും ശരി, ഒന്നെപ്പോഴും നല്ലതാണ്. അതെ. താങ്കൾക്ക് ഞാൻ നേരത്തെ ചോദിച്ച പോലെ കലയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പിന്നെ കലയുമായിട്ട് എന്ത് ബന്ധമാണോ താങ്കൾക്കുള്ളത്? കലയുമായിട്ട് സ്നേഹബന്ധം ഉണ്ടായിരുന്നു, അത് പിന്നെ രക്തബന്ധമായി മാറി. ആ ബന്ധമല്ല ഞാൻ ചോദിച്ചത്. അതല്ല സാറേ, കല എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയായിട്ട് പ്രേമമായിരുന്നു. അതെ. അവളെ വിളിച്ചാൽ ഇറങ്ങി വരുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് വിളിച്ചു. ഇറങ്ങി വന്നു. അവളല്ല, അവളുടെ ആങ്ങളമാര് തല്ലി രക്തം ചൊരിച്ചു. അങ്ങനെ രക്തബന്ധമായി മാറി. പാണ്ഡവരും കൗരവരും തമ്മിൽ നടന്ന യുദ്ധം, ഈ യുദ്ധത്തിൽ ആര് ജയിച്ചു? പാണ്ഡവർ കൗരവരുടെ പണ്ടം കുത്തി കയറി. വൈരാഗ്യം കൊണ്ടാണോ? അല്ല, ചെറിയൊരു പേന കത്തി കൊണ്ട്. താങ്കൾക്ക് അവരെടുത്ത് വൈരാഗ്യമില്ലേ? എനിക്ക് യാതൊരു വൈരാഗ്യം ഇല്ല സാറേ. അതെന്താ?
അവർക്ക് എന്റെ കാര്യത്തിൽ നല്ല ആരോഗ്യമുണ്ട്. എന്തിനാ വെറുതെ തടി കേടാക്കണം? താങ്കൾ പാടാറുണ്ടോ? ഞാൻ ചിലപ്പോഴൊക്കെ പാടും. താങ്കൾ പാടുമ്പോൾ വീട്ടുകാർ ഏറ്റു പാടാറുണ്ടോ? അവര് ഏറ്റ് പാടാറില്ല, ഏറ്റ് പോകാൻ. മോൻ പാടാറുണ്ടോ ഇതുപോലെ? എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ സാറേ, എനിക്ക് മടിയ. അറിയാതെ ചോദിച്ചു പോയി, ക്ഷമിക്കൂ പ്ലീസ്. ഒരു 5 മിനിറ്റ് ആലോചിച്ചാൽ മതിയായിരുന്നു. എന്തായാലും പറ്റിപ്പോയില്ലേ? അതെ. താങ്കൾക്ക് കലയുമായിട്ടൊന്നും ബന്ധമില്ലെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. താങ്കളുടെ നാട് എവിടെയാണ്? കോഴിക്കോട്. ഓട്ട മത്സരത്തിൽ ഓടി ഗോൾഡ് കിട്ടിയ ഓട്ടക്കാരി പി ടി ഉഷയുടെ നാടാണ് കോഴിക്കോട്. കോടുന്നാൽ കോഴിക്കോട്, കാടുന്നാൽ പാലക്കാട്, നാടുന്നാൽ വയനാട്, പുരമെന്നാൽ തിരുവനന്തപുരം, പൂരമെന്നാൽ തൃശ്ശൂർ പൂരം. കണ്ടിട്ടുണ്ടോ? ഇല്ല. ഫൈൻ ആർട്സ് കോളേജിൽ ടിക്കറ്റ് എടുത്ത് മുമ്പിൽ വെടിക്കെട്ട് നടക്കുമ്പോൾ കാലം വെച്ചിട്ട് കാണണം. അതെന്തിനാ? ഭാര്യയ്ക്ക് വിധവാ പെൻഷൻ പൂരിപ്പിക്കാൻ. എന്തായാലും ശരി, താങ്കൾക്ക് കലാ, സാംസ്കാരികം എന്നീ മേഖലകളിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയാനായിട്ട് ഞാൻ ചില എൻട്രി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സാറ് വല്ല മിമിക്രിയുടെ എന്തെങ്കിലും കഷ്ണം കാണിച്ചാൽ മതി. അത് ഞാൻ കൃത്യമായിട്ട് പറയാം ആരുടെയാണെന്ന്. യവൻ പുലിയാണ് ഏട്ടാ. മമ്മൂട്ടി. സവാരിക്കിരിക്കിരി. മോഹൻലാൽ. നിനക്ക് കൊടുക്കുന്ന ക്ലബിലൂടെ പത്തി. ലാൽ. ഞാൻ പേഴ്സണലായിട്ട് പറയാണ്. ലാലു അലക്സ്. തിലകൻ. ഹലോ മിസ്റ്റർ പെരേര. ജോസ് പ്രകാശ്. മുടി മുന്നിലോട്ടിട്ടാൽ അന്യൻ. മുടി പിന്നിലോട്ടിട്ടാൽ പന്യൻ. മുടി മുന്നിലോട്ടും പിന്നിലോട്ടും അല്ലെങ്കിൽ ശൂന്യൻ. കൊള്ളാം, താങ്കൾ നന്നായി പെർഫോം ചെയ്തിരിക്കുന്നു. താങ്ക് യു. താങ്കൾ മലയാളം പടങ്ങൾ കാണാറുണ്ടോ? കാണാറുണ്ട്. താങ്കൾക്ക് മലയാളത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട നടൻ ആരാണ്? മോഹൻലാൽ, സുരേഷ് ഗോപി, ബ്രൂസ് ലീ, ജാക്കി ചാൻ, ജെറ്റ്ലി? മറ്റേ മോഹനൻ. അതാരാണ്? തോള ഇങ്ങനെയുള്ള മോഹൻലാൽ. അതെ. അഭിനയ ജീവിതത്തിൽ 25 വർഷം തികഞ്ഞ് മലയാളത്തിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു ആ തന്മാത്ര, ആ രസതന്ത്രത്തിന്റെ ഭാഷയറിഞ്ഞ ബ്രഹ്മചാരി. താങ്കൾ അവസാനമായി കണ്ട മോഹൻലാലിന്റെ പടം ഏതാണ്? രാജമാണിക്യം. അതിൽ ദിലീപ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയും കൊള്ളായിരുന്നു. സുരേഷ് ഗോപി ഹിന്ദി നടനല്ലേ? നമ്മൾ ഇതുവരെ തെലുങ്ക് സിനിമയെ പറ്റിയിട്ടല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത്. ചില ആൾക്കാർക്ക് രോഗങ്ങളുണ്ട്. ചില രോഗങ്ങൾക്കാണെങ്കിൽ ഭേദമാക്കാനും പറ്റത്തില്ല. അപ്പൊ സാർ എന്ത് ചെയ്യും? എന്തായാലും മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയായിട്ട് നമ്മൾക്ക് അശ്വമേധ പരിപാടിയിലേക്ക് ഹാർദവമായി ഇവരെ സ്വാഗതം ചെയ്യാം. ഊഷ്മളമായ സ്വാഗതം.